എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ അടുത്ത നാളുകളിൽ സന്ദർശിച്ച വീടുകളിൽ വളരെ വിസ്തൃതിയിലുള്ള മനോഹരമായ ഒരു വീട് കാണുവാനായിട്ടിടയായി. വീടെല്ലാം കണ്ട് വീടും മുറ്റവും പരിസരവും എല്ലാം വളരെ ഭംഗിയായി അത് പണിത് വച്ചിരിക്കുന്നത് കണ്ടിട്ട് വീട് മനോഹരമായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ വീടിൻ്റെ ഗൃഹനാഥൻ ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് വീട് മനോഹരമാകുന്നത് അതിൻ്റെ നിർമ്മിതിയിൽ മാത്രമല്ല, അതിലെ അംഗങ്ങളുടെ യോജിപ്പിലും ഐക്യത്തിലുമുള്ള ജീവിതത്തിലൂടെയാണ് ഭവനം മനോഹരമാകുന്നതെന്ന് കൂട്ടിച്ചേർത്തു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇന്ന് പല ആളുകളും നല്ല നല്ല ഭവനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആലോചന വരുമ്പോൾ തന്നെ ഏറ്റവും നല്ല മോഡലിൽ പണിയുന്ന കോൺട്രാക്ടർമാരെയും നല്ല രീതിയിൽ അതിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന ആർക്കിടെക്റ്റിനെ ഒക്കെ കണ്ടെത്തി നമ്മൾ അനേക വീടുകൾ സന്ദർശിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് മനോഹരമായ ഒരു ഭവനത്തിൻ്റെ രൂപം ഉണ്ടാക്കുകയും അത് ലക്ഷങ്ങളും കോടികളും മുടക്കി നല്ല ഭവനം നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. കാഴ്ചക്കാരെല്ലാം മനോഹരമായ വീടിനെ കണ്ടിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് പണിതയാളെയും വരച്ചയാളെയും അതിൻ്റെ ഗൃഹനാഥനെയൊക്കെ നമ്മൾ പുകഴ്ത്തി പറയുമ്പോൾ ഭവന നിർമ്മിതിക്ക് ശേഷം ആ പുതിയ ഭവനത്തിൽ താമസിക്കുന്ന ആളുകളുടെ യോജിപ്പും ഐക്യവും ഇല്ലെങ്കിൽ ആ വലിയ ഭവനം യാതൊരു പ്രയോജനമില്ലാത്തതാണ്. പലരും തങ്ങളുടെ സമ്പത്തിനപ്പുറത്ത് വായ്പയെടുത്തും പലരുടെ നിന്ന് കടം മേടിച്ചും ഒക്കെ ഭവനം നിർമ്മിക്കുവാനായിട്ട് ഒത്തിരി തത്രപ്പെട്ട് ഓടുന്നുണ്ട്. തുടർന്നുള്ള ജീവിതത്തിൽ കടവും ബാധ്യതകളും ഒക്കെ വന്നു ചേരുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുകയും സമാധാനവും സന്തോഷവും ഇല്ലാത്ത ജീവിതവും ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ആ വലിയ ഭവനത്തിൻ്റെ കഷ്ടപ്പാട് എല്ലാം നിഷ്ഫലമായി തീരുകയാണ്. ആ ഗൃഹനാഥൻ പറഞ്ഞതുപോലെ അതിലെ എല്ലാ അംഗങ്ങളും തമ്മിൽ യോജിപ്പിലും സഹകരണത്തിലും ഒന്നിച്ചു പോകുമ്പോൾ ആ ഭവനം മനോഹരമായി തീരുന്നു. നമുക്കും നമ്മുടെ ഭവനം മനോഹരമാക്കാൻ അതിൻ്റെ പെയിൻറ്റിങ്ങും നിർമ്മിതികളും മാത്രമല്ല, മാതാപിതാക്കളും മക്കളും കൊച്ചുമക്കളും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിപ്പാൻ സാധിക്കുമ്പോൾ നമ്മുടെ വീടും കുടുംബവും മനോഹരമായി തീരും. അതിന് നമുക്കിടയാകട്ടെ. അതിന് നമുക്ക് പരിശ്രമിക്കാം.